പിന്നെ ഫിത്ർ സക്കാത്ത് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കേണ്ടത് ഒരു മുത്ത്. അത് ശവ്വാൽ മാസപ്പിറവി കാണുന്ന ശവ്വാലിന്റെ അന്നത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിൽ ജീവനോടുള്ള ആൾക്കാർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് മുമ്പ് വെച്ച ആൾക്ക് കൊടുക്കണ്ട, അതിന് ശേഷം ജനിച്ച കുട്ടിക്ക് കൊടുക്കണ്ട. അതൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞ അവസരം എല്ലാവർക്കും അറിയിക്കാൻ അപൂർവനാണ്. പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ അന്നത്തെ രാത്രിയും പകലും, പെരുന്നാളിന്റെ രാത്രിയും പകലും അവനും ചെലവെടുക്കൽ നിർബന്ധമായ ആളുകൾക്കുള്ള ഭക്ഷിക്കാനും വസ്ത്രവും പാർപ്പിടൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾക്കാണ് നിർബന്ധമായ. അതിൽ കടം കൂട്ടുട്ടോ. ഫിത്ർ സക്കാത്തിൽ കടം കൂടി കഴിച്ചിട്ട് കൊടുക്കാനുള്ള ആൾക്കാർ കൊടുത്താൽ മതി. ബാക്കിയുള്ള സക്കാത്തിൽ നമ്മൾ കടം പരിഗണിക്കൂലായിരുന്നില്ലേ? ഫിത്ർ സക്കാത്തിൽ കടം പരിഗണിക്കും. അതായത് ഒരാൾക്ക് 10 ലക്ഷം റുപ്യ കടമുണ്ട്, ഓന്റെ താമസിക്കാനുള്ള പേരും തൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിറ്റാലും ആ കടം വീട്ടാൻ കഴിയില്ല. അത്ര കടലാണെങ്കിൽ ഓൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് അങ്ങനെ കടം കൂടി കഴിച്ചിട്ട് ബാക്കി പെരുന്നാളിന്റെ അന്നത്തെ രാവിലെ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടേ ഉള്ളൂ. ഒരാൾക്ക് കൊടുക്കേണ്ടത് ഒരു സാ ആണ്. ഒരു സാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ലിറ്ററും 200 മില്ലി ലിറ്ററും. അതാണ് അതിന്റെ അളത്തം. അളത്താണ് ശറയിൽ പരിഗണിക്കുക. തൂക്കം ഈ വിഷയത്തിൽ പരിഗണിക്കുന്നില്ല. ഇനി എത്ര കിലോനാണെന്ന് ചോദിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എത്ര കിലോനാണ് പരിഗണിക്കാത്തത്? എന്തുകൊണ്ടാണ്? ധാന്യങ്ങളൊക്കെ ശറയിൽ അളത്തത്തിൽപ്പെട്ടതാണ്. 3 അളവാണുള്ളത്. ഒന്ന് തൂക്കളത്തം, ഒന്ന് പഴയ കാലത്ത് പറയുന്ന ആൾക്കാർ തൂക്കളത്തം, താപ്പളത്തം, കോലളത്തം അല്ലെ? കോലളത്തം എന്ന് പറഞ്ഞാൽ നമ്മളെ മീറ്റർ പിന്നെ ഇതൊക്കെ ആയിട്ട് അളക്കണ ആൾക്കാർ കോലളത്തം. പിന്നെ താപ്പളത്തം എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ അളക്കണതുണ്ടാവും. തൂക്കളത്തം എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ കിലോന് ആയിട്ട് വരിക. അപ്പൊ കിലോന് ലിറ്ററൊക്കെ ഇതായിട്ട് ലിറ്റർ നമ്മളെ താപ്പളത്തത്തിൽപ്പെട്ടാണ്. ഈ പാത്രം കൊണ്ടുള്ള അളവാണ് ധാന്യങ്ങളിൽ പരിഗണിക്കുള്ളൂ. ഷറയിൽ ഏത് വിഷയത്തിലെ പരിഗണിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു 3 ലിറ്ററും 200 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് 10 ജാതി അരി ഉണ്ടാവും. ഓരോ പാത്രത്തിൽ നിന്ന് അരി എടുത്ത് ഓരോ ചാക്കുന്ന് എടുത്ത് തൂക്കിയാൽ വ്യത്യസ്ത തൂക്കങ്ങളേക്കാരം. അതുകൊണ്ട് ഇന്ന തൂക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. ഏത് അരിയാണ് നിങ്ങൾ കൊടുക്കണമെന്ന് അറിയില്ലല്ലോ. നല്ല കനമുള്ള അരിയാണെങ്കിൽ ചിലപ്പോൾ അത് 3 കിലോനൊക്കെ വേണ്ടി വരും. കനം കുറഞ്ഞ അരിയാണെങ്കിൽ ചിലപ്പോൾ 2,600 2,700 ഒക്കെ ഉണ്ടായാൽ ചിലപ്പോൾ മതിയാവും. അപ്പൊ പല ജാതി അരികളുണ്ടാവും. അരി ഏതാ കൊടുക്കണമെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് തൂക്കം പറയാൻ കഴിയില്ല. അളത്താണ് പരിഗണിക്കുക. ഇന്ന് പിന്നെ അതിനൊക്കെ മുത്തിന്റെ പാത്രം ഒക്കെ വാങ്ങാൻ കിട്ടും. മുത്തിന്റെ പാത്രം കിട്ടുമെങ്കിൽ 4 മുത്ത് അളന്നാൽ ഒരു സഹായം. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അരി അങ്ങനെ എടുത്ത് മുത്തുപാത്രം ഒന്ന് പലയിടത്തും വാങ്ങാൻ കിട്ടണതാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ 4 ഇനിയിപ്പോൾ പള്ളിക്കലോ അവിടെ കമ്മിറ്റിക്കാരൊന്ന് വാങ്ങിച്ചാലും മതി. നാട്ടുകാർക്കൊക്കെ കൊണ്ട് ആൾക്കാരോ നേരത്തെ അളന്നക്കാരോ സൗകര്യമുള്ള സംഗതിയാണ്. എന്നാൽ പിന്നെ ഈ വസ്വാസം ഉണ്ടാവില്ല. എത്ര കിലോ എത്ര അല്ലെങ്കിൽ ഒരു പീഡിക കച്ചവടം നടത്തുന്ന ആളെ ഏറ്റെടുത്താലും മതി. ഓനോ സാഹ് പറഞ്ഞത് അവിടെ നിന്ന് ഓരോരുത്തരെ സക്കാത്ത് കണക്ക് അളന്നു കൊടുക്കേണ്ട അയാൾക്ക് കച്ചവടം കൂട്ടും ചെയ്യും. എല്ലാവർക്കും എത്ര ആളാന്ന് ചോദിച്ചാൽ അയാൾ അളന്നിട്ട് തൂക്കിയാൻ കൊടുത്താൽ മതി. അങ്ങനെ സൗകര്യം ഉണ്ട് അതിന്. അപ്പൊ അതാൾക്കുണ്ട്. പിന്നെ അത് ധാന്യം തന്നെ കൊടുക്കണം. നാട്ടിലെ മുഖ്യ ഭക്ഷണം അരി ആയതുകൊണ്ട് അരി കൊടുക്കുക നമ്മളെ നാട്ടിൽ. അതിനിപ്പോ അരി ആൾക്കാർക്ക് വേണ്ട, നെയ്ച്ചോറിന്റെ അരിയോ അല്ലെങ്കിൽ ബസ്മതിയോ അല്ലെങ്കിൽ മന്തിന്റെ അരിയൊക്കെ വാങ്ങി കൊടുത്തു എല്ലാവർക്കും വേണ്ടി വരും. അപ്പൊ അരി വേണ്ടാന്ന് വേചാറാൻ്റെ അവസരമൊന്നുമില്ല. അതിന് പൈസ കൊടുത്താൽ ശരിയാവില്ല. ഇപ്പൊ ഗൾഫിലൊക്കെ പലയിടത്തും ഒരു പൈസ കൊടുക്കാന്ന് പറഞ്ഞത്. അതിന് ധാന്യം തന്നെ കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സക്കാത്തിന്റെ നിയമം പാലിച്ചുകൊണ്ട് ധാന്യം കൊടുക്കേണ്ടത് ധാന്യം തന്നെ കൊടുക്കണം. അത് നമുക്ക് മാറ്റാൻ പറ്റൂല എന്നർത്ഥം. വില കൊടുത്താൽ മതിയാവൂല. റൂമിലുള്ള ആൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ പറ്റുമോ എന്നാണ്. ഫിത്ർ സക്കാത്ത് ഫക്കീർ, മിസ്കീന് തുടങ്ങിയുള്ള അതിൻ്റെ അവകാശികൾപ്പെട്ട ആർക്കും കൊടുക്കാം. അവർ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്ത ആളുകളായാൽ മതി. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ പോലെയുള്ള നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ മതിയാവുകയില്ല. ഇനി നമ്മുടെ മക്കൾ സ്വന്തം ചെലവിൽ കഴിയുന്നവരാണെങ്കിൽ അവർ ഫക്കീറോ മിസ്കീനൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കാം. എന്നാൽ അതല്ലാത്ത നമ്മുടെ റൂമിൽ കഴിയുന്ന ആളുകൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ഒപ്പം നിൽക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാം. അതൊക്കെ ഫിത്ർ സക്കാത്ത് വിടുന്നതാണ്. ഇനി നമ്മൾ ഫിത്ർ സക്കാത്ത് അവർക്ക് കൊടുത്തു, അവരത് വേറെ ആൾക്ക് കൊടുത്തു, അങ്ങനെ അത് നമ്മുടെ കയ്യിൽ തന്നെ എത്തിപ്പെട്ടാൽ പോലും അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് അനുവദനീയമായ കാര്യം തന്നെയാണ്. നമ്മളൊരാൾക്ക് കൊടുത്ത ഫിത്ർ സക്കാത്ത് അയാൾക്ക് വേറെ ആൾക്ക് അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അയാൾക്കത് വേറെ ആൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അപ്പോൾ റൂമിലുള്ള ആളുകൾ കൊടുക്കാം. ഇനി ഒരാൾ അവൻ്റെ വക ഫ്രീ ആയിട്ട് ഒരാൾക്ക് അവൻ സംരക്ഷണം നൽകുകയാണ്. ഇവൻ ചിലവ് കൊടുക്കേണ്ട ആളൊന്നുമല്ല, എന്നാലും ഇവൻ വെറുതെ ഒരാളെ പോറ്റാണ്. ഇവൻ ചെലവുകൾക്ക് നിർബന്ധമായ ആളല്ല. ദത്തെടുത്ത് പോറ്റുക മറ്റൊക്കെ ആണെങ്കിൽ അവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കാം. കാരണം അവരുടെ ചെലവ് കൊടുക്കൽ ഇവന് നിർബന്ധമായ കാര്യമല്ലല്ലോ. അടുത്ത ചോദ്യം, ഗൾഫ് നാടുകൾ ഫിത്ർ സക്കാത്ത് അവകാശികളെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അവർ പലപ്പോഴും വാങ്ങാനും പ്രയാസമാണ്. ഈ ഘട്ടത്തിൽ നാട്ടിൽ കൊടുത്താൽ മതിയോ? എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ്. ഒരാൾ ഗൾഫിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടാവും. നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലൊക്കെ ഒരുപാട് ഫക്കീർ മിസ്കീൻപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടാവും. കടം കൊണ്ട് വരഞ്ഞവരുണ്ടാവും. ഈ അവകാശികളൊക്കെ ഗൾഫ് നാടുകളിലും പലപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്ക് കൊടുത്താൽ മതി. പക്ഷേ ഈ ഫിത്ർ സക്കാത്ത് പോലെയുള്ള അരി, ഗോതമ്പ് എന്നതൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ പലപ്പോഴും അവർക്കതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനും മറ്റൊക്കെ പ്രയാസമാകുന്ന അവസ്ഥകൾ പലരും പറയാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചില ഹിക്മത്തുകൾ ഉപയോഗിക്കാവുന്നതാണ്.
ഒന്ന്, പണം അവന് നൽകിയാൽ ഏതായാലും ഫിത്ർ സക്കാത്ത് വിടുകയില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടി അവർ സക്കാത്ത് കൊടുക്കാൻ തീരുമാനിക്കുകയും ഏതെങ്കിലും ഒരാൾ മാത്രം ഫിത്ർ സക്കാത്തിന് ആവശ്യമാകുന്ന ഗോതമ്പോ മറ്റോ വാങ്ങി വന്ന് അത് അവന് നൽകുക. അവന് നൽകിയതിന് ശേഷം രണ്ടാമത്തെ ആൾ അവനോട് അത് പണം കൊടുത്ത് വാങ്ങുക. രണ്ടാമത്തെ ആൾ ഇപ്പോൾ പൈസ കൊടുത്ത് കച്ചവടം നടത്തുകയാണ്. ആദ്യത്തെ ആൾ സക്കാത്ത് കൊടുത്തു, അവൻ കൊടുത്തത് ഗോതമ്പ് തന്നെയാണ്, സക്കാത്ത് വീടി. രണ്ടാമത്തെ ആൾ പണം കൊടുത്ത് അവനോട് ആ ഗോതമ്പ് വാങ്ങിയപ്പോൾ ഈ സാധുവിൻ്റെ കയ്യിലേക്ക് പണം എത്തുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ആൾക്ക് സക്കാത്തിന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ ഗോതമ്പ് തന്നെ അവന് സക്കാത്തായി നൽകാം. അപ്പോൾ വീണ്ടും ആ ഗോതമ്പ് അവൻ്റെ കയ്യിലെത്തി. മൂന്നാമത്തെ ആൾക്ക് അവനോട് പണം കൊടുത്തിട്ട് ആ ഗോതമ്പ് വാങ്ങുക. അപ്പോൾ അവന് വീണ്ടും അവൻ്റെ കയ്യിൽ 2 സക്കാത്തിൻ്റെ പണമായി. എന്നാൽ കൊടുത്തവരൊക്കെ കൊടുത്തത് ഗോതമ്പ് തന്നെയാണ്. ഇങ്ങനെ 10-15 ആളുകൾ ചെയ്താൽ എല്ലാവരുടെയും സക്കാത്തിൻ്റെ പണം അവൻ്റെ കയ്യിലെത്തും. എന്നാൽ കൊടുത്തത് മുഴുവൻ ധാന്യമായി മാറുകയും ചെയ്യും. നാട്ടിലെ മുഖ്യമായി ഉപയോഗിക്കുന്ന ധാന്യമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മദ്ഹബിലെ രണ്ടാമത്തെ അഭിപ്രായം പിടിച്ചുകൊണ്ട് സക്കാത്ത് നമുക്ക് നാട്ടിൽ കൊടുക്കാം. രണ്ടാമത്തെ അഭിപ്രായം പിടിച്ചുകൊണ്ട് സക്കാത്ത് നാട്ടിൽ കൊടുക്കാം. അപ്പോൾ ആ സമയങ്ങളിൽ ഗൾഫ് നാടുകളിലെ പലരും ചെയ്യുന്നത് ഈ ഒരു മാർഗമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അങ്ങനെ കൊടുക്കുന്ന അവസരത്തിൽ വീട്ടിൽ ഉപ്പയോടെ മറ്റൊക്കെ അവൻ്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ സക്കാത്ത് കൊടുക്കാൻ അവരോട് ഏൽപ്പിക്കും. ഇനി ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവരോട് കൊടുക്കും, സ്ഥിരമായിട്ട് അവരാണ് കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ നിരുപാധികം പറഞ്ഞാൽ മതിയാവുകയില്ല. ഇവിടെ അവൻ്റെ വാപ്പയെയോ അവൻ്റെ ജ്യേഷ്ഠന്മാരെയോ അവൻ്റെ മറ്റേതെങ്കിലും ആളുകളെ, ഇനി അവൻ്റെ ഭാര്യയാണെങ്കിൽ ഭാര്യയെ ആരെ ഏൽപ്പിക്കുകയാണെങ്കിലും എൻ്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യയുടെയും മക്കളുടെയും ആരൊക്കെയാണെങ്കിൽ അവരുടെയും ഫിത്ർ സക്കാത്ത് വാങ്ങാനും നിയ്യത്ത് വെക്കാനും കൊടുക്കാനും നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പ്രത്യേകമാകുന്ന ഒരു വക്കാലത്ത് അവിടെ നടത്തണം. നിയ്യത്ത് വെക്കാൻ പ്രത്യേകമായി ഏൽപ്പിക്കണം, അത് വിതരണം ചെയ്യാനും ഏൽപ്പിക്കണം. അതല്ലാതെ എൻ്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്താൽ കിട്ടോ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊടുത്താൽ അത് വിടുകയില്ല. അതുപോലെ തന്നെ സമ്മതം, അവൻ്റെ പ്രത്യേക സമ്മതം വാങ്ങാതെ കൊടുത്താലും സക്കാത്ത് വിടുകയില്ല. അപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്ന് ഗൾഫിലുള്ളതുകൊണ്ട് മാത്രമല്ല, ചില വീടുകളിലൊക്കെ വാപ്പയുണ്ടാവും, മക്കളുണ്ടാവും. മക്കൾ നല്ല കഴിവുള്ള ജോലിക്കാരായിരിക്കും. അവർക്ക് ഭാര്യ മക്കളൊക്കെ ആ വീട്ടിൽ തന്നെ ആയിരിക്കും. ആ വീട്ടിലുള്ള അവൻ്റെയും അവൻ്റെ ഭാര്യൻ്റെയും മക്കളുടെ ഒക്കെ സക്കാത്ത് വാപ്പ കൊടുക്കുകയായിരിക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ഉപ്പ ഇവനോട് അതിന് പ്രത്യേകം സമ്മതം വാങ്ങണം. നിയ്യത്ത് വെക്കാനും കൊടുക്കാനും ഒക്കെയുള്ള സമ്മതം വാങ്ങിയിട്ട് വേണം ഇത് കൊടുക്കാൻ. അതല്ലാതെ കൊടുത്താൽ അവിടെ സക്കാത്ത് വിടുകയില്ല എന്നർത്ഥം. ഫിത്ർ സക്കാത്തിന് പണം കൊടുത്താൽ മതിയാകുമോ എന്നാണ് അടുത്ത ചോദ്യം. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരിക്കലും പണം കൊടുത്താൽ ഫിത്ർ സക്കാത്തിന് മതിയാവുകയില്ല. ഫിത്ർ സക്കാത്തിന് നാട്ടിലെ മുഖ്യമായ ധാന്യം അത് തന്നെ കൊടുക്കണം. നമ്മുടെ നാട്ടിലെ അരിയാണ്. അതുപോലെ ഓരോ നാടുകളിലും, ഗൾഫ് നാടുകളിൽ ഗോതമ്പായിരിക്കും, അല്ലെങ്കിൽ എന്താണോ അവിടുത്തെ മുഖ്യമായ ഭക്ഷണത്തിന് അവൻ്റെ മുഖ്യമായ ഭക്ഷണമല്ല, വീട്ടിലെ മുഖ്യമായ ഭക്ഷണവുമല്ല, ആ നാട്ടിലെ ആളുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും മുഖ്യമായ ഭക്ഷണ സാധനത്തിൻ്റെ ധാന്യം ഏതാണെങ്കിൽ ആ ധാന്യമാണ് കൊടുക്കേണ്ടത്. പണം കൊടുത്താൽ മതിയാവുകയില്ല. കടമുള്ളവർക്കും ഫിത്ർ സക്കാത്ത് ഉണ്ടോ എന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, പെരുന്നാളിൻ്റെ രാവും പകലും അവനും ചെലവെടുക്കുന്ന നിർബന്ധമായ ആളുകളുടെയും ചെലവ് കഴിഞ്ഞിട്ട് കടം വീട്ടാനുള്ളതും കഴിഞ്ഞിട്ട് സ്വത്തുള്ള ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളത്. കടം വീട്ടാൻ സ്വത്തില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. കടം വീട്ടാൻ സ്വത്ത് എന്ന് പറഞ്ഞാൽ അവന് 1 ലക്ഷം റുപ്യ കടമുണ്ട്, അതിന് അവൻ്റെ കയ്യിൽ പണമില്ല എന്നാൽ മാത്രം പോരാ. ചിലപ്പോൾ അവന് ഭൂമിയുണ്ട്, ഒരു 5 സെൻറ്റ് ഭൂമിയുണ്ട്, 1 സെൻറ്റിന് തന്നെ 1 ലക്ഷം കിട്ടുന്ന ഭൂമിയാണ് താമസിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട്. എന്നാൽ അവൻ സക്കാത്ത് കൊടുക്കണം, കാരണം അവൻ്റെ കയ്യിൽ അവിടെ സ്വത്തുണ്ടല്ലോ. അതില്ലാത്തവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നമ്മൾ കഴിക്കുന്ന അരി തന്നെ കൊടുക്കണമെന്നാണ്. അങ്ങനല്ല, നാട്ടിലെ മുഖ്യമായ ഭക്ഷണം അരിയാണെങ്കിൽ ആ അരിയിൽ നിന്ന് കേട് വരാത്ത അരി കൊടുക്കണം. പുഴു കുത്തിയത്, ആളുകൾ അങ്ങനെ ഉപയോഗിക്കാത്തത്, നനഞ്ഞു കേടുവന്നത്, ഇതൊന്നും കൊടുക്കാൻ പാടില്ല. അതല്ലാത്ത അരി ഏതുമാകാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു അരി ഉണ്ടാകാം, അതിനേക്കാൾ മുന്തിയത് കൊടുക്കാം. അതിനേക്കാൾ അല്പം താഴ്ന്നതാണെങ്കിൽ നാട്ടിൽ മാന്യമായ നിലക്ക് ആളുകൾ ഉപയോഗിക്കുന്ന അരിയാണെങ്കിൽ അത് കൊടുക്കാം. നമ്മൾ കഴിക്കുന്ന അരി തന്നെ കൊടുക്കണം എന്നില്ല.